നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ തിരിച്ചടി ഭീകരർക്ക് കൊടുത്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ നമ്മുടെ രാജ്യത്തെ ഉത്കണ്ഠയിൽ നിൽക്കുന്ന അവസ്ഥയിൽ രാശി സ്ഥിതി ഫലങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം അത് വിശ്വസിക്കുന്നവർക്കുണ്ട്. തീർച്ചയായിട്ടും എക്സാമിലേക്ക് നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പല മേഖലയിലുള്ളവർക്കും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഉത്കണ്ഠ അവരുടെ രക്ഷാകർത്താക്കളും എല്ലാം ഉണ്ട്. അതിലൊന്നും യാതൊരു തടസ്സവും വരാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈശ്വരാധീനത്താൽ ഈ രാശിഫലങ്ങളിൽ കാണുന്നത് എന്നുള്ളത് സത്യമാണ്. ഒരു തടസ്സവും വരാതെ പഠന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുപ്പോടുകൂടി പോവുക, യാതൊരു മാറ്റവും ഇല്ലാതെ അതിൻ്റേതായിട്ടുള്ള കാര്യത്തിലേക്ക് വിജയത്തിലേക്ക് മേടൻ രാശിക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ടെൻഷനോ മറ്റ് തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളോ ഒന്നും വരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യതയില്ല. സാമ്പത്തിക ഞെരുക്കങ്ങൾ പല മേഖലകളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കരുതൽ വേണം എന്നുള്ള സത്യമാണ്. അത് ബിസിനസ്സിലായിരുന്നാലും തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ ഒരു കരുതൽ എല്ലാം വേണം. പിന്നെ ചികിത്സാ കാര്യങ്ങളിലും നമ്മളൊരു കരുതൽ വേണം. ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും മറ്റു കാര്യങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവാധീനത്തിന് വേണ്ടി ശിവന്റെ അമ്പലത്തിൽ ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. അവനവന്റെ നക്ഷത്ര ദിവസം ചെയ്യുന്നത് ഉചിതമായിരിക്കും. പറയത്തക്ക രീതിയിൽ ത്രെഡ്, അതായത് ഭീഷണിയോ നമുക്കെതിരെ വരുന്ന അനാരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളോ വളരെ വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ളത് സത്യമാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി പ്രതികൂലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ചിന്തിക്കാത്ത, മനസ്സിൽ പോലും കരുതാത്ത ചില പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ ഉണ്ടാകാനും അത് തൊഴിൽ മേഖലയിൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള നോട്ടീസ് മറ്റു കാര്യങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണും. ഇത് നമ്മളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നുണയും പാരവയ്പും എല്ലായിടത്തും ഉണ്ടല്ലോ. അതിൽ ചില കോക്കസിൻ്റെ, യൂണിയൻ്റെ, പൊളിറ്റിക്സിൻ്റെ ഒക്കെ കളികൾ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട അവസ്ഥാവിശേഷമാണ് വരും മാസങ്ങളിൽ. അത് നമുക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉയർച്ച, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് കാണേണ്ട സമയത്ത് അതുണ്ടാകാതിരിക്കുകയും നമ്മളെക്കാട്ടിയും കഴിവില്ലാത്ത, യോഗ്യതയില്ലാത്തവരെ നമ്മളെ മേലെ കൊണ്ടുവെക്കുക, നമ്മുടെ സാമ്പത്തികം വെട്ടിച്ചുരുക്കുക തുടങ്ങിയുള്ള ഒരു വല്ലാത്ത വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. ബിസിനസ്, സ്ഥാപനം തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ, പറയുന്ന പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് സാമ്പത്തികം റോളിംഗ് ആകാതെ വരുന്ന പ്രതിസന്ധി ഘട്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ലക്ഷ്മി സുദർശന യന്ത്രം സ്ഥാപനത്തിൽ വെക്കുക, അല്ലെങ്കിൽ ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ച് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ അത് ദേഹരക്ഷയായിട്ട് ധരിക്കുക, ഇവ കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കുന്ന സമയമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, പുഷ്പാഞ്ജലി തുടങ്ങിയിട്ട് ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയം. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുനരാശി. ഇവിടെ ആദിത്യന്റെയും ബുധന്റെയും കാലഹോര സമയത്ത് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നത്, പോകുന്ന കാര്യത്തിൽ വിജയത്തിലെത്താനും
അതിൽ ലക്ഷ്യപ്രാപ്തിയിൽ തടസ്സങ്ങൾ വരാതെ അതിൽ അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകാനും സഹായിക്കും. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കാനും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉദാസീനമായിട്ടുള്ള കാലാവസ്ഥ മാറി മുന്നോട്ട് പോകാനുള്ള പറ്റും. അതോടൊപ്പം ബിൽഡിങ്, അതോടൊപ്പം സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്കും കുറച്ച് പ്രതിസന്ധി കാലഘട്ടമാണ്. സാമ്പത്തിക നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും. നമ്മളെ വിശ്വസിച്ചവരിൽ നിന്ന് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ കോമ്പറ്റീഷൻ എന്നുള്ളത് സത്യമാണ്. ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രം 41 ദിവസം ഗൃഹസ്ഥാനത്ത് പൂജാമുറിയിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. ഒരു പരിധിവരെ ദൈവാധീനത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴിതെളി. മിഥുനന്റെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വൈതരണി എന്ന് പറഞ്ഞാൽ ശത്രുദോഷം ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്ന് ചില ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വിശ്വസനീയമായി നമുക്ക് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി കൂടായികയില്ല. ഫോൺ പോലും മെസ്സേജ് പോലും ഒന്നിനും മറുപടി ഉണ്ടാകാതിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല. തെറ്റിദ്ധാരണ, വാശി, വൈരാഗ്യം എന്നുള്ളതാണ് രത്നചുരുക്കം. ആ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വരാൻ കുറച്ച് കാലതാമസം ഉണ്ടാവും. നമ്മൾ അതിൽ ഡൗൺ ആവാൻ പാടില്ല എന്നുള്ള ചുരുക്കം. ഇവിടെ സുബ്രഹ്മണ്യസ്വാമിക്ക്, മൃഗസ്വാമിക്ക് അഷ്ടനീരാഞ്ജനം അല്ലെങ്കിൽ അഭിഷേകം നടത്തുന്നത് വളരെ വിശേഷം. അത് 8 ദിവസമായിട്ട് ചെയ്യാം. പാല്, കരിക്ക്, നെയ്യ്, ഭസ്മം, തേന് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ ഭഗവാൻ അഭിഷേകം ചെയ്ത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. പുണർത്തത്തിൽ കാൽപോയ മാലിന്യം കർക്കിടക രാശി. കർക്കിടക രാശിക്കാരെന്നുള്ള നാഗദോഷങ്ങൾ, മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷം, അത് നമ്മൾ നേരിട്ട് ചെയ്യണമെന്നില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വന്നതോ സ്ഥാപനത്തിൽ വന്നോ ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് നാഗരാജാവായിരുന്നു, നാഗയക്ഷയായിരുന്നു, നാഗകന്യകയായിരുന്നാലും അത് ശാപപാപ ബന്ധനമായിട്ട് നിൽക്കും. അപ്പൊ ആ ശാപപാപ ബന്ധന ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ അത് ബാധിക്കാൻ പാടില്ല. അതിന് സർപ്പ ശാപ പരിഹാര നിവൃത്തി കർമ്മം ചെയ്ത് നിവൃത്തിയാക്കുക, പരിഹാരം ഉണ്ടാക്കുക. രണ്ടാമത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ അടിക്കടി നെഗറ്റീവ് ഉണ്ടാവുക. ചില്ലുടയുക. പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്ക്, ടീപ്പോയുടെ ജനലിൻ്റെയാണ്. ആ ഉടഞ്ഞ ചില്ല് ഉടനടി മാറ്റിയിടുക. അഗ്നിദോഷങ്ങൾ നിരന്തരം ഉണ്ടാകുക. കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നയോ അരി വടിക്കുമ്പോൾ തിളച്ച വെള്ളം, ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതോടൊപ്പം നമ്മളെ വേണ്ടപ്പെട്ട പെറ്റുകൾ ചത്തുപോവുക. പ്രാവ്, മത്സ്യം, ആട്, മാട്, കോഴി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പൂച്ചയായിരുന്നാലും ശരി തന്നെ, അത് നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങളുടെ ബന്ധനമാണ് മാറിപ്പോണത്, കെട്ടാണ് മാറിപ്പോണത്. ഇതിന് മംഗളഗുരുതി പൂജ ദേവീക്ഷേത്രത്തിൽ ചെയ്ത് മുട്ടറക്കലോ കെട്ടറക്കലോ ആ ചടങ്ങ് ചെയ്ത് ആ ദോഷങ്ങളെ തീർത്തിട്ട് ഉപചാര സമർപ്പണം ചെയ്ത് ചതുർദ്രവ്യം ഒഴുക്കുക എന്നുള്ള ചടങ്ങ് ചെയ്യാം. അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിലോ വെച്ച് മണ്ഡലദീപം ചെയ്യാം, നെയ്വിളക്ക് കത്തിക്കാം 41 ദിവസം, അതിൻ്റെ മാറ്റം ഉണ്ടാവും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വര ഗുണ അനുകൂല അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധനം പൂർവസ്ഥാനത്തുന്നുണ്ട്. അത് അമ്മ വഴിയുള്ളതും ഭാര്യ ഭർത്തൃ വഴിയുള്ളതും ഒരുപോലെ മാറും. അതൊരു കുഞ്ഞിൻ്റെ ഉണ്ട്, മുതിർന്ന ആളിൻ്റെ ഉണ്ട്. അത് 4 തരത്തിലുണ്ടെന്നുള്ളതാണ്. ഒന്ന് ആക്സിഡന്റ് മുഖാന്തരം ഉണ്ടായുള്ളതും, ഒന്ന് ഗർഭസ്ഥ ഭാവത്തിലുള്ള കന്യാവായിട്ടും, പിറന്നതിന് ശേഷം 11 വയസ്സിൽ മരിച്ചിട്ടുള്ളതും, അത് സൂയിസൈഡ് ചെയ്തിട്ടുള്ളതും, ഇങ്ങനെയുള്ള പല തരത്തിലുള്ളതും. അത് തിരുവല്ലത്തോ വർക്കലയിലോ തിരുനാവായിലോ തിരുമുല്ലവാരത്തോ തിരുനെല്ലിയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യേണ്ടതും ചെയ്തതും തൃപ്തിയാവാതെ എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് കടയിൽ മുട്ടുക, നിഴലോട്ടം,
ആ തരത്തിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലും എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് നിൽക്കുന്ന ആ ഒരു അശരീരി ഭാവസ്ഥാനത്ത് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുന്ന വിവാഹം, മംഗല്യം, സന്താനഭാഗ്യം, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വസ്തു ഇടപാടിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ശാപപാപ ബന്ധനമായിട്ട് എന്നെ മറന്നു എന്നുള്ള നിൽക്കുന്നതിന് പരിഹാര പ്രായശ്ചിത്തം ചെയ്ത് മുക്തിമോക്ഷ സായുജ്യത്തിലേക്ക് അവരെ സമർപ്പണം ചെയ്യണം. ചന്ദ്രക്കല, വെള്ളിയിലെ ചന്ദ്രക്കല നാമം, പൊട്ട്, താലി തുടങ്ങിയിട്ടുള്ള ലക്ഷ്മീനാരായണ പ്രതിമയിലും വിഷ്ണു രൂപത്തിലുമായിട്ട് സങ്കല്പിച്ച് തിലഹോമ ശുദ്ധിയോടുകൂടി സമർപ്പിച്ച് പറ്റുമെങ്കിൽ അത് 11 ദമ്പതി ദാനം കൂടി കൊടുത്ത് ഉപചാര സമർപ്പണം, അന്നദാനവും ചെയ്ത് ആവക ശാപഭാവ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വരും തലമുറയെ അത് ബാധിക്കാതെ ക്ലിയറാക്കി. ഇത് 41 ദിവസത്തിനകത്ത് ചെയ്താൽ അത് ഗൃഹത്തിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ്. ഇവിടെ സ്വന്തം കാര്യം തടസ്സം. വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യത്തിലും നിസ്സാര കാര്യങ്ങൾ പോലും തടസ്സം, സ്വഭാവ വ്യത്യാസം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല, അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ സമയമില്ല. നാട്ടുകാരുടെ കാര്യം, ബന്ധുക്കളുടെ കാര്യം, കൂട്ടുകാരുടെ കാര്യത്തിലും പോയാൽ അതെല്ലാം നടക്കും. സ്വന്തം കാര്യമാണ് തടസ്സം. ഇതിനെ ചൊല്ലിയാണ് വീട്ടിലകത്ത് പ്രശ്നങ്ങൾ എന്നുള്ളത്. നമ്മുടെ സ്വന്തം കാര്യം വീട്ടുകാരുടെ കാര്യത്തിലും നമ്മളല്ലാതെ വേറെ ആരുണ്ട്? ഇവിടെ സാമ്പത്തിക അധിക ചെലവാണ് മറ്റൊരു വിഷയം. മറ്റാരടുത്ത് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ വിശ്വസിക്കില്ല. ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ള ധാരണയാണ്. പലിശ കൊടുക്കേണ്ട സാഹചര്യം വരും. പണയം വയ്ക്കാനൊട്ടില്ലേ താൻ. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്നുണ്ടായിരുന്നത് ഒരു ബാങ്ക് ലോണിന്റെ പ്രശ്നം, ഇതെല്ലാം വഴിക്ക് കിടക്കുക. ഇവിടെ കാര്യകാലികൾ കിട്ടേണ്ട സാമ്പത്തികം പോലും തടസ്സം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊരു അറുതി വരണം, ഒരു കരയ്ക്ക് എത്തണം എന്നുള്ളത് സത്യമാണ്. പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ നമ്മുടെ ഉള്ള തൊഴിലോ ബിസിനസ്സോ പോലും ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥ, കിട്ടാനുള്ള സാമ്പത്തികത്തിന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. ഇവിടെ 11 ദിവസം ശ്രീസൂക്ത ചക്രം വെച്ചിട്ട് നാരങ്ങ വിളക്ക് കത്തിച്ച് ഉപചാര സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ഇതിനെ മറികടക്കാനുള്ള സാഹചര്യം ഈ കാലയളവിൽ നമുക്ക് ദൈവാധീനത്താൽ അനുകൂലമാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര ആനുകൂല്യം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ കേതുവിനും ശനിക്കും ഔഢ്യവും ഉണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും അത് ഒരുപോലെ ഉണ്ടെന്നുള്ള സത്യം. കാരണം 3-4 സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ആക്സിഡന്റ് ആണ് ഒരു തവണ. അത് വണ്ടിയിൽ നിന്നാണോ, പടി ഇറങ്ങുമ്പോഴാണോ, ബാത്റൂമിലാണോ, തലചുറ്റിയാണോ എന്തോ, അത് നമുക്കോ നമ്മുടെ ഗൃഹത്തിലോ 2 തവണ അത് തരണം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യവും ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി. അതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും ദൈവാധീനം കൊണ്ട്, പ്രത്യേകിച്ച് 44 വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങൾക്ക് അത് സിസ്റ്റിന്റെ ആണോ, തൈറോയിഡിന്റെ ആണോ, ബ്ലീഡിങ്ങിന്റെ ആണോ, യൂട്രസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ, ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ യാതൊരു വിധ പ്രശ്നവും ഇല്ല. പക്ഷെ ആ വക പ്രശ്നങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് അത് ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള യാഥാർത്ഥ്യം നീട്ടി മാറ്റി വെക്കുന്നത് ഉചിതമല്ല. അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വാഹനം പുതുതായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. വീടിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 1-2 വർക്കുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ അതിൽ വിജയിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാറ്റി അത് അനുകൂലമാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ്. സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിശാഖത്തിൽ കാൽ അനിരം തൃക്കേട്ട വൃശ്ചിക രാശി. ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ടും പറയണം. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി കിട്ടാനുള്ള സാമ്പത്തികം മുടങ്ങിക്കിടക്കുന്നത് അരിയർ ഉൾപ്പെടെ തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നത് അനുകൂലമായി
സന്തോഷ നിർവൃതിയായിട്ട് 3 മാസത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ലക്ഷണം കണ്ട് ഉത്തമ സന്താന ഭാഗ്യത്തിന് ഈശ്വര കൃപാകടാക്ഷം കാണുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനും വരുന്ന ചിങ്ങമാസത്തിനകത്ത് തന്നെ ഈശ്വരാധീനം കാണുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ അല്ലെങ്കിൽ ബ്രോക്കർ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ അന്വേഷിച്ചോ നമ്മുടേതായിട്ടുള്ള താൻ ബാധി ദൈവം ബാധി എന്ന ഒരു ശ്രമം അതിനുവേണ്ടി ഉണ്ടാകണം എന്നുള്ള എങ്ങനെയെങ്കിലുള്ള ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല. നമുക്ക് യോജിച്ചൊരു ബന്ധം കണ്ടെത്തണം എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. അപ്പം അതിനുള്ള വഴി നമ്മൾ തേടണം. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കാം. അനുയോജ്യമായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ നമുക്ക് കണ്ടെത്താൻ ഈശ്വര കൃപാകടാക്ഷം അനുകൂലമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല മെച്ചമായിട്ടുള്ള ഇടപാടുകൾ നടക്കുവാൻ ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്ന വർക്കേഴ്സിനും അതനുസരിച്ച് നിൽക്കുന്ന പ്രൊഫഷണൽസും നല്ല വർക്കുകൾ, പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ, വർക്കുകൾ നേടി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ സംബന്ധമായുള്ള കാര്യത്തിൽ പോകുന്നവർക്ക് തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനും അവിടെ ചെന്നാൽ വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ 1-2 പേരുടെ ഭാരവയ്പും നുണയും മറ്റു കാര്യങ്ങളും കൊണ്ട് കളഞ്ഞിട്ട് പോണോ വേണ്ടേ എന്നുള്ള അവസ്ഥാവിശേഷം ചിന്തിക്കുന്നവർക്ക്, ടെൻഷൻ അടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 1-1.5 മാസത്തിനകത്ത് തന്നെ അതിൻ്റെതായിട്ടുള്ള അനുകൂല മാറ്റം ഉണ്ടായി മുന്നോട്ട് വരാൻ പറ്റും. ശാസ്താവിന്, അയ്യപ്പന് അഷ്ടനീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായി വരാൻ ദൈവാധീനം കാണുന്നുണ്ട്. ഉത്രാടത്തിന് മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ സ്ഥാപനം പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനാ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചില കോട്ടങ്ങളും നഷ്ടങ്ങളും വരാൻ സാഹചര്യം വരാനുള്ള നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടെ നിൽക്കുന്നവരുടെ ചില പ്രശ്നങ്ങളും കൂടെ കാരണം കൊണ്ടാണ്. അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മളുടെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ നമ്മളെ കൂടെ നിൽക്കാതെ മറുകണ്ഠം ചാടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. വളരെ കരുതലും ശ്രദ്ധയും വേണം. കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് സീരിയൽ മേഖലയിരുന്നാലും പ്രൊഫഷണൽ മേഖലയിരുന്നാലും സംഗീതം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് മേഖല നിൽക്കുന്നവർക്കും 1-2 നല്ല ഓപ്പർച്യൂണിറ്റി വരാനും കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിൽക്കുന്ന തിരക്കഥ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല 1-2 പ്രോജക്റ്റ് വർക്ക് ഇത് വരാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം തന്നെയാണ്. തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അത് മാറി കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ, തടസ്സങ്ങൾ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് വരാനും സഹായിക്കും. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാമ്പത്തിക ഇടപാടിൽ നമുക്ക് ജാമ്യം നിൽക്കേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയും അന്വേഷണ ബുദ്ധിയാ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പോകും. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. കുംഭരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കും സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാനുരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെന്റിലേക്ക് പതുക്കെ മാറുന്നതാണ് ഉചിതം. കാലാകാലങ്ങളായിട്ട് വരുന്ന ഫുഡിൻ്റെതായുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കിൻ സംബന്ധമായിട്ടുള്ളത് വരാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയമാണ്. ഗൃഹം മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നുള്ള മാനസിക പ്രശ്നം. ഇതിൽ ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജയും സംവാര സൂക്ത ഉപചാര ക്രിയയും ചെയ്ത് അമൃത ത്രിശൂലിനി കവചിത മന്ത്രം തടരക്ഷയായിട്ട് ചെയ്ത് ഗൃഹത്തിനകത്തുണ്ടാകുന്ന ദോഷങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുക. അതായിരിക്കും മാറേണ്ട സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക.
കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സെറ്റിൽമെന്റിൽ കൂടി മുന്നോട്ട് പോവുക. കഴിയുന്നതും വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. അതോടൊപ്പം കുടുംബ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും പുറത്തൊരു സെറ്റിൽമെന്റിനോ അല്ലെങ്കിൽ വക്കീൽ മുഖാന്തരം ഒരു സെറ്റിൽമെന്റിനോ കാര്യങ്ങളോ ഒത്തുതീർപ്പാക്കി വഴി പിരിയേണ്ടതാണെങ്കിൽ അതങ്ങനെ, അതല്ല വീണ്ടും ഒന്നിച്ചു പോകാൻ പറ്റുക അങ്ങനെ, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിൽ ഉണ്ടാകുന്ന ഒത്തുതീർപ്പിൽ കറക്റ്റ് ചെയ്തിട്ടും. കാരണം സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. അവരവരുടെ ലൈഫിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വരാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഉചിതം, ഉത്തമം. ഇതിന് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് അമൃത തൃശൂലിനി കവചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് തടസ്സങ്ങൾ മാറാൻ വേണ്ടി 21 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അനുകൂലമാക്കി ഇനിയും ലോസ് സമയം കൊണ്ടായിരുന്നാലും സാമ്പത്തികം കൊണ്ടായിരുന്നാലും മറ്റാൾക്കാരുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാലും നമുക്കിനി വരാനും നഷ്ടപ്പെടാനും പാടില്ല. പൊരുരുട്ടാതി കാലുത്രട്ടാതി രേവതി മീനം രാശി ദൈവാധീനം അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഇവിടെ സന്താന ഭാഗ്യം രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇവിടെ മുരുക ഭഗവാന് പഞ്ചാഭിഷേകം നടത്തുക. പാല്, എണ്ണ, കരിക്ക്, അതായത് ഭസ്മം, പഞ്ചാമൃതം, ഇങ്ങനെ 5 വെള്ളിയാഴ്ച ചെയ്യുക. ഉത്തമ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരും. അതോടൊപ്പം രണ്ടാം വിവാഹയോഗം, അത് താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കും നല്ലൊരു ബന്ധം, നമ്മുടെ കുടുംബവും നമ്മുടെ സ്വഭാവമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളുടെ സഹായവും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ നമ്മുടെ പങ്കും വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് നിൽക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ചാരിറ്റി വർക്കുകൾ നമ്മൾ മുന്നിൽ നിന്ന് കാര്യങ്ങൾ സമയോചിതമായിട്ടും മനുഷ്യ ഉപകാരപ്രദമായിട്ടും ചെയ്യുന്നത് അനുകൂല സമയമാണ്. സഹകരണ സൊസൈറ്റി മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻവോൾവഡ് ആണെങ്കിൽ വളരെ സമചിത്തതയോടുകൂടിയും സഹാനുഭൂതിയോടുകൂടിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വീണ്ടും വ്യവഹാര കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം. രണ്ടാമത് വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗൽ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതിന് വക്കീൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉചിതമല്ലെങ്കിൽ മാറ്റി വക്കാലത്ത് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഒരു നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗൃഹത്തിൻ്റെ കാര്യത്തിൽ, കുട്ടികളുടെയും എല്ലാവരുടെയും കാര്യത്തിൽ നമ്മുടേതായുള്ള സമയവും നമ്മുടേതായിട്ടുള്ള സ്നേഹവും നമ്മുടേതായിട്ടുള്ള ശ്രദ്ധയും കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. എല്ലാം നടന്നുകൊള്ളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനം എല്ലാം നമ്മുടെ തലയിലേക്ക് വന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഒരു നല്ലൊരു അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ ശ്രദ്ധയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകണം എന്നുള്ളത് സത്യമാണ്. ചില അപവാദങ്ങളും പ്രശ്നങ്ങളും നമ്മളെ തേടി വരായികയില്ല. അതിലും ഒരു കരുതൽ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുരുക ഭഗവാന് ഉപചാര സമർപ്പണം ചെയ്ത് പാലഭിഷേകം 3 വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും നമസ്കാരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.